ാണ് മലയാളത്തിന്റെ പ്രിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ നടൻ ശ്രീനിവാസൻ അന്തരിച്ചു. എറണാകുളം താലൂക്ക് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. വളരെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ എത്തുന്നത്. നടൻ ശ്രീനിവാസൻ അന്തരിച്ചു എന്നൊരു വാർത്തയാണ് എത്തുന്നത്. വിവരങ്ങളുമായി അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, മലയാളത്തിന്റെ പ്രിയ നടനാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വളരെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഏറെക്കാലമായി ശ്രീനിവാസൻ അസുഖത്തെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. രാവിലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെയധികം മോശമായതിനെ തുടർന്ന് തൃപ്പൂണിത്തുറയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ച് അല്പസമയത്തിന് ശേഷം തന്നെ അദ്ദേഹം മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. നേരത്തെ തന്നെ അദ്ദേഹം അസുഖത്തെ തുടർന്ന് ഏറെക്കുറെ ആരോഗ്യനില വഷളായി തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വളരെയധികം അവശനിലയിലായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. 69ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. നിലവിൽ അദ്ദേഹം ഉദയംപേരൂരിലെ വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത്. സ്വദേശം കണ്ണൂരാണെങ്കിലും അദ്ദേഹം ഏറെ വർഷമായി ഉദയംപേരൂരിലെ വീട്ടിലാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. അവിടെ വെച്ച് അവസാനമായി അദ്ദേഹം ഒക്ടോബറിൽ തൻ്റെ വീട്ടിൽ വെച്ച് നടന്ന കാർഷിക കൂട്ടായ്മയുടെ ഒരു പരിപാടിയിലാണ് അവസാനമായി അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ അതിനുശേഷം അദ്ദേഹം തീരെ പൊതുരംഗത്തേക്കില്ലാതെ വീട്ടിൽ തന്നെയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നിരന്തരം ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ആരോഗ്യസ്ഥിതി വല്ലാതെ മോശമാവുകയും തൃപ്പൂണിത്തറയിലുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ച് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നറിയിക്കുകയായിരുന്നു. 48 വർഷക്കാലം നീണ്ടുനിന്ന തൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരിക്കലും മായ്ക്കാൻ സാധിക്കാത്ത ഒരു അടയാളം അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീനിവാസൻ എന്ന ബഹുതല സ്പർശിയായ ഒരു പ്രതിഭ യാത്രയായിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല, അതിലും ആഴത്തിൽ ഒരു മികച്ച തിരക്കഥാകൃത്തായും അതിലും മികച്ച ഒരു സംവിധായകനായും കൂടിയാണ് ശ്രീനിവാസൻ അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. 200-ലേറെ സിനിമകളിൽ മാത്രം അദ്ദേഹം അഭിനയിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതിനു പുറമെയാണ് അദ്ദേഹം സംവിധാനം ചെയ്തതും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ ഒരുങ്ങി അദ്ദേഹം തിരക്കഥ രചിച്ച ചിത്രങ്ങളും എല്ലാം വരുന്നത്. അഭിനയത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു തൻ്റേതായ ഒരു അടയാളം അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഏറ്റവും വേറിട്ട് നിർത്തുന്നത്. പലപ്പോഴും ഒരു സ്വയം വിമർശനാത്മകമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പ്രത്യേകിച്ചും നർമ്മത്തിലൂടെ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയ ഒരാളാണ് ശ്രീനിവാസൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സ്വന്തം കഴിവുകളെയും അതോടൊപ്പം തന്നെ സ്വന്തം കുറവുകളെയും അദ്ദേഹം ഒരേ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും തൻ്റെ കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന കളിയാക്കലുകളും അതുപോലെ തന്നെ മറ്റ് പരിഹാസങ്ങളെയും എല്ലാം തന്നെ ഒരു സ്വയം വിമർശനമായി തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം നിർമ്മിച്ചതും അതുപോലുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം സ്വീകരിച്ചതും എന്നുള്ളതാണ്. 1977 അദ്ദേഹത്തിൻ്റെ ആദ്യ അഭിനയിച്ച ചിത്രം വരുന്നത്. അതായത് P.A. ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. അതിനുശേഷം 1984, അതായത് അഭിനയത്തിലേക്ക് എത്തി 7 വർഷത്തിന് ശേഷം 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന മികച്ച ഒരു ഹാസ്യ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തൻ്റെ തിരക്കഥ ഒരു മികച്ച തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ വരവറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ തിരക്കഥാ സംരംഭമായിരുന്നിട്ട് കൂടി ഓടരുതമ്മാവ ആളറിയാം എന്നത് വലിയ രീതിയിൽ പ്രേക്ഷക പ്രശംസ നേടിയ ഒരു ചിത്രമായിരുന്നു. ഹാസ്യത്തിൻ്റെ കാര്യത്തിൽ മികച്ച ഒരു താരനിര ഒരുക്കിക്കൊണ്ട് തന്നെ വലിയ രീതിയിൽ കുടുംബ പ്രേക്ഷകർക്കിടയിൽ എല്ലാം തന്നെ വലിയ പ്രശംസ നേടിയ ചിത്രമായിരുന്നു ഓടരുതമ്മാവ ആളറിയാം എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിരക്കഥയിൽ ഒരുങ്ങിയ ചിത്രം. മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അദ്ദേഹം സിനിമാ അഭിനയം പഠിച്ചിറങ്ങിയത്. ഇത്തരത്തിൽ മദ്രാസിൽ നിന്ന് എല്ലാ സിനിമാ മോഹികളെയും പോലെ ആ ഒരു 90 കാലഘട്ടത്തിലെ എല്ലാ സിനിമാ മോഹികളെയും പോലെ മദ്രാസിലെ ഫിലിം ചേംബറിൽ നിന്ന് അദ്ദേഹം അഭിനയത്തിൽ ഡിപ്ലോമ എടുക്കുന്നു. അതിനുശേഷം ആദ്യകാലങ്ങളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ജോലി ചെയ്യാൻ ആരംഭിക്കുന്നു.
ഇത്തരത്തിൽ ആ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൽ നിന്ന് ആരംഭിച്ചാണ് അദ്ദേഹത്തിലെ അഭിനേതാവിനെ തിരിച്ചറിയുന്നത്. അങ്ങനെ അദ്ദേഹം അഭിനയത്തിലേക്കും, അഭിനയത്തിൽ നിന്ന് തിരക്കഥയിലേക്കും, തിരക്കഥയിൽ നിന്ന് സംവിധാനത്തിലേക്കും പടിപടിയായി അദ്ദേഹം എത്തുകയായിരുന്നു. എന്തായാലും ഒരു ഒറ്റ ലേബലിൽ ഒതുങ്ങി നിൽക്കാതെ സിനിമയുടെ എല്ലാ മേഖലകളിലും ഒരേ രീതിയിൽ കയ്യൊപ്പ് പതിപ്പിച്ച പ്രതിഭയാണ് ഇപ്പോൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നത്. ഏതാണ്ട് പതിറ്റാണ്ട് കാലം സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു. 48 വർഷക്കാലം ചലച്ചിത്ര രംഗത്ത് സജീവമായി നിൽക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല എന്നോർക്കണം. 1977 മുതൽ ഇന്നിതാ ഈ 2025 വരെയുള്ള പതിറ്റാണ്ട് കാലം മലയാള സിനിമയുടെ ബഹുതല സ്പർശിയായ, അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും പ്രതിഭാധനരായിട്ടുള്ള ആളുകളിൽ ഒരാളായി തന്നെയാണ് ശ്രീനിവാസൻ എല്ലാ കാലത്തും നിലനിന്നിരുന്നത് എന്നുള്ളതാണ്. നർമ്മത്തെ, സാധാരണക്കാരായ കഥാസന്ദർഭങ്ങളെ വളരെയധികം നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരുന്നു ശ്രീനിവാസന്റെ മുഖമുദ്ര. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും സാധാരണമെന്ന് തോന്നുന്ന നമ്മുടെ എല്ലാം നിത്യജീവിതത്തിൽ ഞാനും അതുപോലെ തന്നെ നിങ്ങളും എല്ലാം കണ്ടു പരിചയിച്ചിട്ടുള്ള കഥാസന്ദർഭങ്ങളെ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതും നമ്മുടെ എല്ലാം വീടുകളിൽ തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന പോലെ തന്നെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്ദേശവും പോളണ്ടിനെ കുറിച്ചൊരക്ഷരം മിണ്ടരുത് എന്നുള്ള ആ ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗുമെല്ലാം എല്ലാ ഇലക്ഷൻ കാലത്തും നമ്മളെല്ലാവരും ആവർത്തിച്ച് ഉപയോഗിക്കുന്ന നിലയിലേക്ക് ഉറച്ചുപോയതാണ്. സന്ദേശത്തിലും അതുപോലെ തന്നെ പൊന്മുട്ടയിടുന്ന താറാവിലെ തട്ടാൻ ഭാസ്കരനായും എല്ലാം നിറഞ്ഞാടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഈ നർമ്മത്തിലൂടെ, ആക്ഷേപഹാസ്യത്തിലൂടെ കൃത്യമായ രാഷ്ട്രീയം കൂടി പറഞ്ഞു വെക്കുന്ന സിനിമകളായിരുന്നു ശ്രീനിവാസൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അരാഷ്ട്രീയകത എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയമില്ലാതിരിക്കുക എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ, ആ ഒരു ആശയത്തെ, സന്ദേശം എന്ന് പറയുന്ന തൻ്റെ സിനിമയിലൂടെ അദ്ദേഹം വളരെ മനോഹരമായി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം തിരക്കഥ രചിച്ച ചിത്രങ്ങളിലായാലും അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിലായാലും നർമ്മത്തിന് അല്ലെങ്കിൽ ഹാസ്യത്തിന് എല്ലാ കാലത്തും വലിയ രീതിയിലുള്ള പ്രാധാന്യം അദ്ദേഹം നൽകിയിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും സമകാലികമായിട്ടുള്ള വിഷയങ്ങളിൽ തന്നെ നിന്ന് തുടരുക. നമുക്കൊപ്പം ഇപ്പോൾ സംവിധായകനായിട്ടുള്ള ബാലചന്ദ്രൻ മേനോൻ ചേരുന്നുണ്ട്. ശ്രീ ബാലചന്ദ്രൻ, ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു വലിയ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ശ്രീനിവാസനെ പോലെ ഇത്രയും പ്രമുഖനായ ഒരു നടന്റെ വിയോഗം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വർഷത്തെ സിനിമാ ജീവിതമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. 200-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാളത്തിൻ്റെ പ്രിയ നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അഭിനേതാവെന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും തിരക്കഥാകൃത്ത് എന്ന നിലയിലും മലയാളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായിരുന്നു നടൻ ശ്രീനിവാസൻ. ഏറെ നാളായി ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ തുറന്നു പറച്ചിൽ തൻ്റെ തിരക്കഥയിലൂടെ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീനിവാസൻ. തലശ്ശേരിയിലെ പാട്യം എന്ന ദേശത്ത് സിനിമാ ബന്ധങ്ങളൊന്നുമില്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു ശ്രീനിവാസന്റെ ഒരു ജനനം. ഇതിനുശേഷമാണ് മലയാള സിനിമയിലേക്കുള്ള ഒരു കടന്നുവരവ് തന്നെ നടത്തിയിരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപിടി ചിത്രങ്ങൾ എടുത്തു വെക്കാവുന്ന, നർമ്മം നിറഞ്ഞതായാലും നമ്മെ ചിന്തിപ്പിക്കുന്ന രീതിയിലായാലും എല്ലാ രീതിയിലും എടുത്തു വെക്കാവുന്ന നാഴികക്കല്ലായിട്ടുള്ള കുറേ ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറേ ഏറെ സിനിമകളും അദ്ദേഹം സമ്മാനിച്ചു. നമുക്കൊപ്പം ഇപ്പോൾ റിപ്പോർട്ടർ വിനയ ചേരുന്നുണ്ട്. വിനയ, മലയാള സിനിമയെ സംബന്ധിച്ച് വലിയൊരു തീരാ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നടൻ ശ്രീനിവാസനാണ് നമ്മെ വിട്ടുപോയിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? മലയാള സിനിമയ്ക്ക് മാത്രമല്ല, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ തീരാ നഷ്ടമെന്ന് ശ്രീനിവാസനെ വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം അത്തരത്തിൽ
ഒട്ടനവധി നല്ല ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു പ്രിയ നടനാണ്, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് ശ്രീനിവാസനെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ ഏകദേശം 69 വയസ്സിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 200-ലേറെ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. 1976-ലാണ് സിനിമാ മേഖലയിലേക്ക് എത്തിയത്. പിന്നീട് ഒരു പിടി നല്ല സിനിമകൾ മലയാളികൾക്കും ഇന്ത്യൻ സിനിമാ ലോകത്തിനും സമ്മാനിച്ച നടൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നമുക്കറിയാം, ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രീനിവാസനെ അലട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ചികിത്സയിലിരിക്കെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. 69 വയസ്സിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ശ്രീനിവാസനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല ഓർമ്മകൾ അല്ലെങ്കിൽ നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു നടനാണ്. കൂടാതെ അഭിനയ രംഗത്ത് തന്റെ മികവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് പോലും അല്ലെങ്കിൽ സിനിമാ പരിചയം പോലും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നും സിനിമാ മേഖലയിലേക്ക് വരുന്നു. തന്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ശ്രീനിവാസന് സാധിച്ചിട്ടുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തലശ്ശേരിയിലെ പാട്യം എന്ന ദേശത്ത് സിനിമാ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് ഈ സിനിമാ മേഖലയിലേക്ക്, മലയാള സിനിമയിലേക്ക് എത്തിയത്. പിന്നീട് മലയാള സിനിമയിലെ തന്നെ നാഴികക്കല്ലുകളായ ഒരുപിടി ചിത്രങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ ശ്രീനിവാസന്റെ ഓരോ കഥാപാത്രങ്ങളും അത്രത്തോളം ആഴത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അടക്കം ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ റിസൾട്ട് അടക്കം തന്നെ സിനിമയിൽ നമ്മൾ കാണുന്ന സാഹചര്യം അടക്കമുണ്ട് ഉള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ട സിനിമകളാണ് ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ, MA, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയാട മന്ത്രം തുടങ്ങി നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച അല്ലെങ്കിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ട് തന്നെയാണ്. ആ കൂട്ടുകെട്ടിൽ ഒരു പിടി നല്ല ചിത്രങ്ങൾ അദ്ദേഹം അല്ലെങ്കിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിമർശിക്കുവാനും അദ്ദേഹം ഒരിക്കലും മറന്നിട്ടില്ല. മോഹൻലാലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് തന്റെ സൗഹൃദം തന്നെ മോഹൻലാലുമായിട്ടുള്ള സൗഹൃദം തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. 1991 പുറത്തിറങ്ങിയ ആക്ഷേപഹാസ്യം ചിത്രമായ സന്ദേശം, ആ സിനിമ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് സന്ദേശം എന്നത്. ഈ തിരഞ്ഞെടുപ്പ് കാലത്തടക്കം തന്നെ സന്ദേശം സിനിമ ചർച്ച ചെയ്യാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല. അത്തരത്തിൽ ഒരു പിടി നല്ല സിനിമകൾ തന്നെയാണ് അദ്ദേഹം മലയാളികൾക്ക്, മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും അടക്കം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നത്. ആ പ്രിയപ്പെട്ട നടനാണ് അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ട തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്. എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം എല്ലാ മേഖലയിലും തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്താണോ അല്ലെങ്കിൽ അഭിനയം എന്താണ്, താൻ അഭിനയത്തിലൂടെ ജീവിക്കുക തന്നെയാണ് ചെയ്യുക എന്നാണ് പലപ്പോഴും ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ളത്. അത്രത്തോളം അഭിനയത്തെ ഏറ്റവും പ്രിയപ്പെട്ടതായി തന്റെ ഉള്ളംകൈയിൽ വെക്കുന്ന ഒരു നടനായിരുന്നു ശ്രീനിവാസൻ. ആ ശ്രീനിവാസനാണ് ഇപ്പോൾ വിട നൽകിയിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കില്ല. കാരണം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിൽ ഇരിക്കുമ്പോഴും തന്റെ ആത്മവിശ്വാസം മുറുകെ പിടിച്ചിരുന്ന ഒരു നടനായിരുന്നു. അത്തരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു മരണം എന്നതാണ്, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പ്രിയപ്പെട്ട നടൻ ഇപ്പോൾ സിനിമാ ലോകം അടക്കം തന്നെ ഈ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മലയാള സിനിമയ്ക്ക് മറ്റൊരു അല്ലെങ്കിൽ ഒരു നടൻ അല്ലെങ്കിൽ എന്താണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് ഇപ്പോഴും അറിയില്ല. ശ്രീനിവാസനെ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഏകദേശം 200-ലധികം ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ മാത്രമായി 200-ലധികം തന്നെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ നൽകാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കൊമേഡിയനായി ചെയ്തിട്ടുണ്ട്, നടനായി ചെയ്തിട്ടുണ്ട്. ഈ നടനിലടക്കം തന്നെ മികവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഉർവശി പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. ശ്രീനിവാസൻ നല്ലൊരു നടനാണ്. നടൻ എന്ന നിലയിൽ എനിക്ക് ശ്രീനിവാസനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ഉർവശി ഒരു അഭിമുഖത്തിൽ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നടനായും ഏത് കഥാപാത്രം ലഭിച്ചാലും ആ കഥാപാത്രത്തെ അതിനനുസരിച്ച് അഭിനയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നടനായിട്ടാണോ
അല്ലെങ്കിൽ നടനായിട്ടാണെങ്കിൽ ആ നടന്റെ കഥാപാത്രം ഉൾക്കൊണ്ട് അഭിനയിക്കുന്നു. കോമഡിയൻ ആണെങ്കിൽ മലയാളികളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കരയിപ്പിക്കാനും അടക്കം അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹമുള്ളത് തൃപ്പൂണിത്തുറ സ്വകാര്യ താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. അതിനുശേഷമായിരിക്കും ഇനിയും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അടക്കം തന്നെ കടക്കുക. അതെ, അതുതന്നെയാണ് വിനയ. 48 വർഷം നീണ്ട സിനിമാ ജീവിതം, 200-ലേറെ ചിത്രങ്ങൾ ചെയ്തു വെച്ചതെല്ലാം ഒന്നിനൊന്നിന് മികച്ച കഥാപാത്രങ്ങൾ. നർമ്മം കൊണ്ടായാലും നമ്മെ ചിന്തിപ്പിക്കുന്ന രീതിയിലായാലും എല്ലാ രീതിയിലും ചെയ്തു വെച്ച ഓരോ കഥാപാത്രങ്ങളും ഓരോ മലയാളിയുടെ മനസ്സിലും ഇങ്ങനെ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തു വെച്ചിരുന്നത്. അതുമാത്രമല്ല, നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, സാമൂഹ്യ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും യാഥാർത്ഥ്യങ്ങളെല്ലാം തൻ്റെ തിരക്കഥയിലൂടെ തുറന്നു പറയുന്ന രീതിയിലുള്ള തിരക്കഥകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പ്രധാനമായും സന്ദേശം സിനിമ തന്നെ, ഇപ്പോൾ ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു കാലയളവിൽ തന്നെയാണെങ്കിലും ശ്രീനിവാസന്റെ സന്ദേശം സിനിമയിലെ പല ഡയലോഗുകളും സോഷ്യൽ മീഡിയയിലൊട്ടാകെ വിനയ തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം മലയാള സിനിമയുടെ നടനായ മണിയൻ പിള്ള രാജു ചേരുന്നുണ്ട്. ശ്രീ മണിയൻ പിള്ള രാജു, നിങ്ങൾ ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊരു വിയോഗം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തുക്കളിൽ ഒരാളാണ് ഞാൻ. അപ്പൊ ഞങ്ങൾ തമ്മിൽ എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഈ പറഞ്ഞ അദ്ദേഹം തിരക്കഥയെ ഒരുപാട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത വെള്ളാനകളുടെ നാട്, ഒരു നാൾ വരും മോഹൻലാൽ ചിത്രങ്ങളുടെ തിരക്കഥ പുള്ളിയാണ്. പിന്നെ ഈ പറഞ്ഞ ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ എന്ത് കാര്യത്തിലും ഒരു നർമ്മമുള്ളതും എന്നും വലിയ ഒരുപാട് പാഴ് വാക്കുകളോ പാഴ് ഡയലോഗുകളോ ഒന്നും പുള്ളി ഉപയോഗിക്കില്ല. പുള്ളിയുടെ സന്ദേശം തുടങ്ങിയ ചിത്രങ്ങൾ കണ്ടു നോക്കണം. വെള്ളാനകളുടെ നാട് ഒരു ആവശ്യമില്ലാത്തൊരു പ്രയോഗമോ പദപ്രയോഗമോ ഒന്നും ഉണ്ടാവില്ല. ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ. മലയാളത്തിൽ 3 സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞാൽ ഞാനത് MT വാസുദേവനും P പത്മരാജനും പിന്നെ ശ്രീനിവാസനും 3 പേര് തന്നെയാണ്. അതിനുശേഷമുള്ളവരും ഉണ്ട്. പക്ഷെ ഇവര് 3 പേരെയും സ്ക്രിപ്റ്റ് പുതിയതായിട്ട് സംവിധാനവും തിരക്കഥയൊക്കെ എഴുതാൻ വരുന്നവർ വായിച്ച് പഠിക്കേണ്ടതാണ്. അതായത് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അധികം ദുഃഖമുണ്ട്. അങ്ങോട്ടും നമുക്കിപ്പോൾ ചേർന്നത് മണിയൻ പിള്ള രാജു ആണ്. മലയാള സിനിമയുടെ വലിയൊരു നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. 48 വർഷം നീണ്ടു നിന്ന സിനിമാ ജീവിതത്തിൽ 200-ലേറെ ചിത്രങ്ങൾ ചെയ്തു വെച്ച ഒരു വലിയൊരു പ്രതിഭ തന്നെയാണ് ശ്രീനിവാസനും തന്നെ പറയണം. ഇന്ത്യൻ സിനിമയിൽ തന്നെയും വലിയൊരു തീരാ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗത്തിലൂടെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ചെയ്തു വെച്ച സിനിമകളെല്ലാം ഒന്നിലൊന്നിന് മികച്ച കഥാപാത്രങ്ങൾ തന്നെയാണ്. മലയാളിയുടെ മനസ്സിലെല്ലാം ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന കുറേ നല്ല നല്ല കഥാപാത്രങ്ങളാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു കാട്ടിയത്. അതുമാത്രമല്ല, ഒരു യാഥാർത്ഥ്യ ജീവിതവും എന്താണ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്നതെന്നും അദ്ദേഹം തൻ്റെ തിരക്കഥയിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, നർമ്മത്തിലൂടെ മലയാളികളെ ഓരോരുത്തരെയും എപ്പോഴും ചിരിപ്പിക്കാൻ മുന്നിൽ തന്നെയാണ് ശ്രീനിവാസൻ എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം അഭിനയിച്ച ആദ്യ സിനിമ എന്ന് പറയുന്നത് മണിമുഴക്കമാണ്. ആദ്യ തിരക്കഥ തുടങ്ങുന്നത് ഓടരുതമ്മാവ ആളറിയാം എന്നൊരു ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് തിരക്കഥ എഴുതുന്നത്. ഈ മട്ടന്നൂർ പഴശ്ശിരാജ NS കോളേജിൽ നിന്ന് ബിരുദവും മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചലച്ചിത്ര അഭിനയത്തിൽ പരിശീലനവും അദ്ദേഹം നേടിയിട്ടുണ്ട്. യാതൊരുവിധ സിനിമാ ബന്ധങ്ങളൊന്നും ഇല്ലാതെയാണ് അദ്ദേഹം സിനിമയിലോട്ട് വരുന്നത് തന്നെ. തലശ്ശേരിയിലെ പാട്യം എന്ന ദേശത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ജനനം. ഒരു സിനിമാ ബന്ധങ്ങളൊന്നുമില്ലാതെ സിനിമയിലേക്ക് കടന്നു വരുന്നു. നർമ്മത്തിലൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കുന്നു. പിന്നീട് മലയാളികളെ നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ചിന്തിപ്പിക്കുന്ന രീതിയിൽ നമുക്കിപ്പം സംവിധായകൻ അമ്പിളി ചേരുന്നുണ്ട്. ഇപ്പോൾ ശ്രീനിവാസനെ പോലെ ഒരു മികച്ച ഒരു അഭിനേതാവ് അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നൊക്കെ നിലയിൽ എല്ലാ രീതിയിലും മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. ഈ ഒരു വിയോഗം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശ്രീനിവാസൻ എന്നെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ശ്രീനിവാസനെ കണ്ട ഒരു നിമിഷം പറയാതെ പറ്റില്ല. ഞാൻ ശ്രീനിയെ കാണുന്നത് ഏകദേശം ഒരു 70കളിലെ അവസാനമാണ്. അതായത് മദ്രാസിലെ ശ്രീനി ജെമിനി സ്റ്റുഡിയോന്റെ വെച്ചാണ് അദ്ദേഹം
അന്ന് അവിടെ ചാൻസി വെച്ച് വന്നതാണ്. അവിടെ മലയാള പടങ്ങളൊക്കെ വർക്കിറക്കുന്ന സമയമാണ്. അപ്പോൾ പുള്ളി അഭിനയിക്കാനായിട്ടാണ് അവിടെ വരുന്നത്. അവിടെ വെച്ചാണ് ഞാൻ ശ്രീനിയെ പരിചയപ്പെടുന്നത്. എന്നെ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ അവിടെ വടപഴനി മദ്രാസിൽ അവിടുത്തെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുകയുണ്ടായി. പക്ഷേ ശ്രീനിയുടെ വിയോഗമൊക്കെ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പോയത് ആ ഒരു കുറച്ച് കാലഘട്ടങ്ങളായിരുന്നു. പക്ഷെ ശ്രീനി ഒരു നല്ല സംവിധായകനോ അല്ലെങ്കിൽ നല്ല നടന് എന്നേക്കാളപ്പുറം എനിക്കിഷ്ടം ശ്രീനിയുടെ തിരക്കഥയായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വടക്കുനോക്കി യന്ത്രം. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ സത്യനും അന്തിക്കാടും മറ്റേ ശ്രീനി ഒരുമിച്ചിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ അങ്ങനെ നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടി. അതെല്ലാം വളരെ നല്ല വർക്കുകളായിരുന്നു. ശ്രീനി എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്തിന്റെ ഒരു മലയാളാട്ടം ആ ചിത്രങ്ങളിലൊക്കെ പ്രതിഫലിച്ചിരുന്നു. പിന്നെ അദ്ദേഹം ചില സിനിമയിലെ അകത്ത് പുള്ളി വേറിട്ട ഒരു സ്വഭാവക്കാരനായിരുന്നു. അങ്ങനെ ഒരു കമ്പനി കൂടി നടക്കുന്ന ഒരു സ്വഭാവം ഒന്നും ശ്രീനിക്കില്ല. എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു സത്യനന്ദിക്കാട് ആയിരുന്നു. പിന്നെ ശ്രീനി ഞാനും നമ്മൾ മാക്ടയുടെ ഒരു രണ്ടായി പിളരുന്ന ഒരു കാലഘട്ടത്തില് ശ്രീനി ഒരു ഭാഗത്തും ഞാൻ മറുപക്ഷത്തുമായിരുന്നു. അപ്പൊ TV ചാനലൊക്കെ ഉണ്ടായിരുന്ന സംവാദങ്ങൾക്കിടയ്ക്കൊക്കെ ശ്രീനി എന്നെ കുറിച്ച് ഉപയോഗിച്ചൊരു വാക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ ഏത് അമ്പിളി ഏത് കുമ്പിളി എന്ന് പറഞ്ഞിട്ട്. അന്നത് പത്രങ്ങൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ വന്ന ഒരു വിഷയമായിരുന്നു അത്. പക്ഷെ ഞാൻ അതിനെ പത്രക്കാരും ചാനലുകാരും അതിനെ കുറിച്ച് ചോദിച്ചു, ഇങ്ങനെ ശ്രീനി ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് പറഞ്ഞ മറുപടി, ശ്രീനിക്ക് അമ്പിളി എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് ശ്രീനിക്കറിയാം, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. പക്ഷെ ഒരു പ്രത്യേക വികാരത്തിൽ ആ സന്ദർഭത്തിൽ ഏതോ ഒരു പത്രക്കാരൻ ചോദിച്ചതിന് ഒരു മറുപടി ആയിട്ടാണ് അദ്ദേഹം അത് ഉപയോഗിച്ചത്. പക്ഷെ അത് എൻ്റെ മനസ്സിനെ ഒട്ടും വേദനിപ്പിച്ചിട്ടില്ല. ഞാൻ അതിനെ കുറിച്ചൊരു മറുപടിയും കൊടുത്തു അന്ന്. പിന്നീട് ഞാനും ശ്രീനിയും കണ്ടുമുട്ടുമ്പോഴൊന്നും അത്തരം വിഷയങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കേണ്ടത് വളരെ ഹൃദ്യമായ ഒരു ചിരിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടാറ്. അവസാനം കണ്ടത് കേരള വിഷന്റെ ഒരു പ്രോഗ്രാം വെച്ചിട്ട് എറണാകുളത്ത് നടക്കുമ്പോൾ അവിടെ വെച്ചിട്ടാണ്. ശ്രീനി സുഖമില്ലാതിരിക്കുന്നു. അദ്ദേഹം സ്റ്റേജിലേക്ക്, അപ്പൊ ഞാൻ സ്റ്റേജിലുണ്ട്, ഞാനൊരു സത്യനന്ദിക്കാടുണ്ട്. അപ്പോൾ ശ്രീനിയുടെ കൈ പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സ്റ്റേജിലേക്ക് ഒരു സമയത്ത് പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അമ്പിളി എന്ന് വിളിച്ചിട്ട് അദ്ദേഹം എനിക്ക് കൈ തന്നിട്ട് ശരി, സംവിധായകൻ അമ്പിളിയായിരുന്നു നമുക്കൊപ്പം ദുഃഖം പങ്കുവച്ചത്. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും ഒരു ഹൃദയവേദകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ശ്രീനിവാസൻ അന്തരിച്ചു എന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വരുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഒരുപക്ഷെ വലിയൊരു വേദന തന്നെയാണ് മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസനാണ് അന്തരിച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു. 48 വർഷത്തെ സിനിമാ ജീവിതവും അതിൽ 200-ലേറെ ചിത്രങ്ങളും ചെയ്തു വെച്ചിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. സിനിമയിലെ എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് ശ്രീനിവാസൻ എന്ന് തന്നെ പറയേണ്ടി വരും. തലശ്ശേരിയിൽ നിന്നും പാട്യം എന്ന പ്രദേശത്ത് ജനിച്ച അദ്ദേഹം സിനിമാ ബന്ധങ്ങളൊന്നുമില്ലാത്തൊരു സാഹചര്യങ്ങളിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഏറെക്കുറെ ഒഴിച്ചുകൂടാത്ത നാഴികക്കല്ലായിട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ തന്നിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ടിപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. ഇതിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് എടുത്തു പറയാനും മാത്രം നാടോടിക്കാറ്റും തലയണ മന്ത്രവും ഗോളാന്തര വാർത്ത, ചമ്പക്കുളം തച്ചൻ, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയത്തു മുൻപേ, അഴകിയ രാവൺ, ഇങ്ങനെ തുടങ്ങി വിരലിനെണ്ണാവുന്നതിലും അധികമാണ് അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെ. ഈ ഒരു സിനിമകളിലൊക്കെ എടുത്തു നോക്കിയാൽ തന്നെയും നമുക്ക് അതിൽ ശ്രീനിവാസന്റെ കഥാപാത്രം എന്ന് പറയുമ്പോൾ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയായിരിക്കും. സന്ദേശം സിനിമയാണിപ്പോൾ ഈ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ ചർച്ചകൾ ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു സാഹചര്യത്തിൽ സന്ദേശം സിനിമയിലെ പല ഡയലോഗുകളും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ ഒരു സന്ദേശം സിനിമയിലെ ശ്രീനിവാസന്റെ ഡയലോഗുകളും മറ്റും നമുക്ക് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കാലയളവിന് ശേഷം സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിന്നതും അദ്ദേഹത്തിന്റെ ഡയലോഗുകളായിരുന്നു. ഇത് മാത്രമല്ല, ഈ തലയണ മന്ത്രമായാലും ഈ
അറബിക്കഥയാണെങ്കിലും പ്രവാസി ജീവിതം എന്താണെന്ന് നല്ല രീതിയിൽ വരച്ചു കാട്ടിയ ഒരു സിനിമ കൂടിയായിരുന്നു ഈ അറബിക്കഥ എന്ന് പറയുന്നത്. മാത്രമല്ല രാഷ്ട്രീയവും അതിൽ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. ഇത്തരത്തിൽ ഒരു പിടി നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം നമുക്കൊപ്പം നമ്മളിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നത്. 1991 പുറത്തിറങ്ങിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെ, അല്ലെങ്കിൽ ഒരു സിനിമ തന്നെയാണ് ഈ ഒരു സന്ദേശം. ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ ചിത്രങ്ങൾ ഇതിനൊക്കെ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. അതുമാത്രമല്ല ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ സിനിമയ്ക്കും വടക്കുനോക്കി യന്ത്രത്തിനുമാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 1977 നടൻ ശ്രീനിവാസൻ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ ഈ ഒരു സിനിമാ മേഖലയിലേക്ക് വരുന്നത്. തുടർന്ന് ബക്കറുടെയും അരവിന്ദന്റെയും KG ജോർജിൻ്റെതും അടക്കമുള്ള നിരവധി ചിത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. കഞ്ചാടി പാലത്തിലും വിൽക്കാനുണ്ട സ്വപ്നങ്ങൾ എന്നിവയിലും ഒക്കെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്താണ് അദ്ദേഹം തിരക്കഥ രചനയിലേക്കൊക്കെ കടന്നത്. പൂച്ചയ്ക്കൊരു മൂക്കുത്തിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ തിരക്കഥയായിട്ട് പറയുന്നത്. പ്രിയദർശനുമായി ചേർന്ന് ഹാസ്യത്തിന് മുൻതൂക്കം ഒരുക്കിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം സിനിമാ ലോകത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു സ്ഥാനമൊക്കെ ഉറപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല നർമ്മത്തിൽ പൊതിഞ്ഞ രംഗങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് നൊമ്പരങ്ങൾ ആവിഷ്കരിച്ച ഒരുപാട് ശ്രീനിവാസൻ ചിത്രങ്ങൾ, ഇപ്പം അതിൽ മറ്റേതെങ്കിലും പ്രധാന കഥാപാത്രങ്ങളുണ്ടെങ്കിലും ശ്രീനിവാസൻ എന്നൊരു അഭിനയിച്ച അല്ലെങ്കിൽ ഇതിൽ അഭിനയിച്ച ഒരു കഥാപാത്രം എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് തന്നെയാണ്. നാടോടിക്കാറ്റിലാണെങ്കിൽ തന്നെ മോഹൻലാലിനൊപ്പം കിടപിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രത്തെ തന്നെയാണ് ശ്രീനിവാസൻ അവതരിപ്പിച്ചത്. അതുമാത്രമല്ല സത്യനന്ദിക്കാടിനോടും പ്രിയദർശൻ്റെ ഒപ്പവും കമലിൻ്റെ ഒപ്പവും ഒക്കെ ചേർന്ന് അദ്ദേഹം ഒരുപാട് ശ്രദ്ധേയമായ ചിത്രങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങൾ പ്രമേയമാകുമ്പോൾ പോലും സാമൂഹ്യ പ്രശ്നങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ചിത്രങ്ങളിൽ ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ കലാപ്രതിഭയെ തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വളരെ വേദനയോടെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പങ്കുവയ്ക്കുന്നത് തന്നെ. നടൻ ശ്രീനിവാസൻ അന്തരിച്ചു എന്നൊരു വാർത്തയാണ്. കുറേ നാളുകളായി അദ്ദേഹം ഈ സിനിമാ മേഖലകളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. ചികിത്സയെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ നിന്നും കുറച്ച് അകലം പാലിച്ച് നിന്നത്. ഇപ്പോഴിതാ എറണാകുളം താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലിരിക്കെ വിടവാങ്ങിയെന്നൊരു വാർത്തയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. സത്യനന്ദിക്കാടിൻ്റെ സംവിധാനത്തിൽ 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശൻ എന്ന സിനിമയാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം. അതിൽ ഫഹദ് ഫാസിലായിരുന്നു പ്രധാന വേഷം അവതരിപ്പിച്ചത്. സ്വന്തം ചിത്രങ്ങൾക്ക് പുറമെ മറ്റുള്ളവരുടെ തിരക്കഥയിലും ശ്രീനിവാസൻ എന്ന നടൻ ശോഭിച്ചു എന്നതിനുള്ളൊരു ഉത്തമ ഉദാഹരണം കൂടിയായിരുന്നു ഈ ഒരു സിനിമ എന്ന് വേണം പറയാൻ. മാത്രമല്ല മഴ പെയ്യുന്നു മന്ദളം കൊട്ടുന്നു ചിത്രത്തിലെ MA ധവാൻ, ചിദംബരത്തിലെ മുനിയാണ്ടി, നാടോടിക്കാറ്റിലെ കുറ്റാന്വേഷകനായ വിജയൻ, പൊന്മുട്ടയിടുന്ന താറാവിലെ സ്വർണ്ണപ്പണിക്കാരൻ, ഇതൊക്കെ വളരെ ശ്രദ്ധേയമായ നാഴികക്കല്ലെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചൊരു വ്യക്തിയാണ് ശ്രീനിവാസൻ എന്ന് തന്നെ പറയേണ്ടി വരും. അതുമാത്രമല്ല പാവം രാജകുമാരനിലെ പാരലൽ കോളേജ് അധ്യാപകൻ, വടക്കുനോക്കി യന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ, തേന്മാവിൻ കൊമ്പത്തിലെ മാണിക്യൻ, ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ തുടങ്ങി നിരവധി വേഷങ്ങളിൽ ഇങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും തങ്ങി നിൽക്കുന്ന കുറേ കഥാപാത്രങ്ങളുടെ പേരുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ഒരു കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും മലയാളികളിൽ ആരും മറക്കാനുള്ള സാധ്യതയില്ല. അത്രത്തോളം മികച്ച രീതിയിൽ ചെയ്തു വെച്ചിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ടിട്ട് പോയിരിക്കുന്നത്. ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വടക്കുനോക്കി യന്ത്രത്തിന് 1989 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് 1998 സാമൂഹ്യ വിഷയത്തിനുള്ള ദേശീയ പുരസ്കാരവും ഒക്കെ നേടിയിട്ടുണ്ട്. മഴയത്ത് മുമ്പേ 1995 പുറത്തിറങ്ങിയ ചിത്രമാണ് മഴയത്ത് മുമ്പേ. അതുമാത്രമല്ല 1991 പുറത്തിറങ്ങിയ സന്ദേശം എന്നീ ചിത്രങ്ങൾക്കും
അതിൽ തിരക്കഥ എഴുതിയതും ഇദ്ദേഹമായിരുന്നു. ഈ ചിത്രങ്ങൾക്കും പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. തിരക്കഥയുടെ ബേസിലാണെങ്കിലും അഭിനയത്തിൻ്റെ ഒരു എടുത്തു നോക്കിയാലും എല്ലാ രീതിയിലും പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയൊരു കലാപ്രതിഭ തന്നെയാണ് നടൻ ശ്രീനിവാസൻ. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ 200-ലേറെ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ട് പോയിരിക്കുന്നത്. ഏറെ വേദനാജനകമായി തന്നെയാണ് ഈ ഒരു വാർത്ത പങ്കുവയ്ക്കുന്നത്. ചെയ്തു വെച്ച ഓരോ ചിത്രങ്ങളും ഒന്നിനൊന്നിന് മികച്ചതാക്കിയ ഒരു കലാപ്രതിഭ. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പങ്കുവയ്ക്കുന്നത്. നടൻ ശ്രീനിവാസൻ അന്തരിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ 200-ലധികം ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് ശ്രീനിവാസൻ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. തിരക്കഥാകൃത്തായിട്ടും സംവിധായകനായിട്ടും അഭിനേതാവായിട്ടും ഒക്കെ മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വലിയൊരു സ്ഥാനം അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം തിരക്കഥയ്ക്കാണെങ്കിലും അഭിനയത്തിനാണെങ്കിലും ഒക്കെ പുരസ്കാരങ്ങൾ അദ്ദേഹം വാരി കൂട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയൊരു നഷ്ടം തന്നെയാണ് ഇന്ത്യൻ സിനിമയ്ക്കായാലും മലയാള സിനിമയ്ക്കായാലും വലിയൊരു തീരാ നഷ്ടം തന്നെയാണ് നടൻ ശ്രീനിവാസന്റെ ഈ ഒരു വിടവാങ്ങൽ എന്ന് തന്നെ പറയേണ്ടി വരും. മലയാളത്തിലെ പ്രധാനപ്പെട്ട നടന്മാർക്കൊപ്പവും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നമുക്കിപ്പം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ചേരുന്നുണ്ട്. ശ്രീ ഭാഗ്യലക്ഷ്മി, മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വലിയ പ്രതിഭ തന്നെയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം തിരക്കഥാകൃത്ത് എന്ന നിലയിലും അഭിനേതാവ് എന്ന നിലയിലും ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു സ്ഥാനം മലയാള സിനിമയ്ക്ക് ഒരു നൽകിയൊരു വ്യക്തിയാണ്. എങ്ങനെയാണ് ഈ ഒരു വിയോഗത്തെ നോക്കിക്കാണുന്നത്? എനിക്ക് ശ്രീനിയേട്ടൻ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ ചെന്നി ജീവിതം തുടങ്ങുന്ന കാലത്ത്, ആ കാലത്ത് തന്നെ ഒരു 1972-73 ഞങ്ങളെല്ലാം ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി മദ്രാസിൽ പോരാടിയവരാണ്. ശ്രീനിയേട്ടൻ അന്ന് അവിടെ ഒരു ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഇറങ്ങിയ ഒരു കാലം. ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു. ഗംഗയമ്മൻ കോവിൽ തെരുവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ അടുത്തടുത്ത് താമസിക്കുക. ദിവസവും രാവിലെ വീട്ടിൽ വന്ന് ചായ കുടിക്കുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വലിയ ഒരു നീണ്ട കാലത്തെ ഒരു ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് മണിമുഴക്കം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ, സംഘഗാനം എന്ന സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ അദ്ദേഹം അഭിനയിക്കുമ്പോൾ അതിലൊക്കെ ഞാൻ ഡബ് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പൊ നമുക്കൊക്കെ പരസ്പരം സന്തോഷമാണ്. നമ്മളെല്ലാം കുറേശ്ശെ സിനിമയിലേക്ക് കയറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷം. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം സിനിമയിൽ വളരെ പ്രശസ്തനായ നടനായി. പിന്നീട് ആ സമയത്ത് ഇദ്ദേഹം അന്ന് അവിടെ ഒരു നാടകം മദ്രാസിൽ നടത്തിയിരുന്നു. അതിൽ എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു റിഹേഴ്സലും അങ്ങനെയുള്ള വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങളൊക്കെ അന്നുണ്ടായി. പിന്നെ ചിന്താവിഷ്ടയ ശ്യാമള എന്ന സിനിമ, ആദ്യത്തെ സിനിമ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു അത് ഭാഗ്യലക്ഷ്മി ഡബ് ചെയ്യണം എന്ന് പറഞ്ഞ്. ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മൾ കണ്ട് വളർന്ന് ഒന്നിച്ചു വളർന്ന ഒരാൾ ഒരു സിനിമാ സംവിധായകനാകുന്നു, വലിയ നടനായി. അത് പ്രവർത്തിക്കാൻ സാധിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമ്മുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിന്റെ സിനിമ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ആ സിനിമ ചെയ്തു. പിന്നെ ശ്രീനിയേട്ടൻ ചെയ്ത വടക്ക് നോക്കി യന്ത്രം എല്ലാം ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. ശ്രീനിയേട്ടനുമായിട്ട് ഒരു ജീവിതത്തിൽ ഒരു വലിയ യാത്ര ബന്ധം, ഒരു സൗഹൃദം, സ്നേഹം, ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തനം, അങ്ങനെ എല്ലാ നിലയിലും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ശ്രീനിയേട്ടൻ. ശരി, നമുക്കിപ്പം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി ആയിരുന്നു ദുഃഖം പങ്കുവച്ചത്. കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകരൊക്കെയും വലിയ രീതിയിലാണ് ദുഃഖം പങ്കുവയ്ക്കുന്നത്.
നമുക്കിപ്പം റിപ്പോർട്ടർ വിനയ ചേരുന്നുണ്ട്. വിനയ, കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകരൊക്കെയും നമുക്ക് വലിയൊരു തീരാ നഷ്ടം തന്നെയാണ്. 48 വർഷത്തെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം ഇതാ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞിരിക്കുന്നു. കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകരടക്കം വലിയ ഒരു ദുഃഖമാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. നമുക്കിപ്പം റിപ്പോർട്ടർ വിനയുണ്ട്. വിനയ, ഇപ്പോൾ സഹപ്രവർത്തകരടക്കം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ആയാലും സംവിധായകരായാലും ഒക്കെ പറയുന്നത് അവർക്കൊരു തീരാ നഷ്ടം തന്നെയാണ്. വലിയൊരു ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് രാവിലെ കേൾക്കുന്നത് എന്ന് തന്നെയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഓരോരുത്തർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു ശ്രീനിവാസന്റെ അന്ത്യം എന്ന് പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ് ശ്രീനിവാസന്റെ മൃതദേഹമുള്ളത്. ഇങ്ങോട്ട് തന്നെ നിരവധിയായിട്ടുള്ള അഭിനേതാക്കൾ വരുന്ന സാഹചര്യം അടക്കമുണ്ട്. നടൻ പിഷാരയുടെ അടക്കം തന്നെ നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇനി ഓരോ നടന്മാരും ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും തൃപ്പൂണിത്തുറയിലുള്ള ഉദിയംപേരൂരിലുള്ള ശ്രീനിവാസ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ് ശ്രീനിവാസൻ മൂലം ഉണ്ടായിരിക്കുന്നത്. തന്റെ എന്താണ് തനിക്ക് പറയാനുള്ളത്, അത് തന്റെ പ്രധാനമായും തന്റെ നിലപാട് തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത നടനായിരുന്നു ശ്രീനിവാസൻ. കാരണം അത്രത്തോളം ഈ സിനിമയിൽ നിന്നും തന്നെ പലപ്പോഴായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ അഭിപ്രായം തുറന്നു പറയുന്നതുമായി ബന്ധപ്പെട്ട്, നിലപാട് പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പല സമയങ്ങളിലായി ഈ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യം, കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ട സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം തന്നെ തരണം ചെയ്യുകയും എന്നാലും എത്ര കുറ്റപ്പെടുത്തിയാലും അല്ലെങ്കിൽ എത്ര പരിഹസിച്ചാലും തന്റെ നിലപാടുകൾ താൻ തുറന്നു പറയുമെന്ന് തന്നെയായിരുന്നു ശ്രീനിവാസൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ പ്രധാനമായും ഈ ശ്രീനിവാസന്റെ കാര്യം എടുത്തു പറയേണ്ടത് ഒന്ന് തന്നെയാണ്. നിലവിൽ ഈ നടന്മാരടക്കം തന്നെ ആശുപത്രിയിൽ എത്തുന്നുണ്ട്. നടന്മാരടക്കം തന്നെ ഓരോ നടന്മാരായും ആശുപത്രിയിൽ എത്തുന്ന സാഹചര്യം തന്നെയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. 48 വർഷം നീണ്ട സിനിമാ ജീവിതം അല്ലെങ്കിൽ മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണിപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അതെ, അത് തന്നെയാണ് വിനയ. മലയാളികളുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള ശ്രീനിവാസനാണ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. 48 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ 200-ലധികം സിനിമകൾ ചെയ്ത് വെച്ചിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. എറണാകുളം താലൂക്ക് ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ഏറെക്കുറെ നാളുകളായിട്ട്. അതിനുശേഷം ആ ഒരു കാലയളവിൽ അത്രയും സിനിമാ മേഖലയുമായി കുറച്ച് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ചികിത്സയെ തുടർന്ന്. അതുമാത്രമല്ല, ഇപ്പോൾ ഇന്ന് രാവിലെ എത്തുന്ന ഈ ഒരു വാർത്തയും വളരെ വേദനാജനകമാണെന്ന് തന്നെ പറയാം. മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ നടന്മാർക്കൊപ്പവും സംവിധായകർക്കൊപ്പവും നല്ല നല്ല വേഷങ്ങൾ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ടിട്ട് പോയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും സന്ദേശം സിനിമ എടുത്തു പറയുകയാണെങ്കിലും, അറബിക്കഥ പറയുകയാണെങ്കിലും, തലയണമന്ത്രം പറയുകയാണെങ്കിലും, പൊന്മുട്ടയിടുന്ന താറാവ് പറയുകയാണെങ്കിലും, ഇങ്ങനെ തുടങ്ങി മലയാളികളുടെ മനസ്സിൽ മറക്കാനാവാത്ത കുറേയേറെ നല്ല ചിത്രങ്ങളും നല്ല നല്ല വേഷങ്ങളും ഇപ്പോഴും സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ടിട്ട് പോയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയാനുള്ളത്